ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ബൈബിളിന്റെ നിലപാട് ഇതാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ ഇല്ലയോ, രണ്ട് തരത്തിലുള്ള പ്രയോജനമാണ് ദൈവം. നിങ്ങൾ അതായത് ഇറ്റ് യൂസ്ഫുൾ ഓർ നോട്ട്. നമ്മൾ പറയും ഇറ്റ് ഈസ് യൂസ്ഫുൾ. നിങ്ങളുടെ സ്ഥലം വിറ്റോ, അപ്പോൾ യൂസ്ഫുള്ളായി. നിങ്ങളുടെ ജപ്തി ഒഴിഞ്ഞു പോയി, യൂസ്ഫുള്ളായി. കാനഡ PR കിട്ടി, യൂസ്ഫുള്ളായി. നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു, പീസ്ഫുള്ളായി. നിങ്ങൾ വീട് വെച്ചു, അതുപോലെ യൂസ്ഫുള്ളായി. പക്ഷേ ദൈവം പറയും ഇറ്റ് ഈസ് യൂസ്ലെസ് എന്ന് പറയും. ദൈവം എന്താ? നിങ്ങൾ കല്യാണം കഴിച്ചാലും മക്കളുണ്ടായാലും സ്ഥലം മേടിച്ചാലും ജോലി കിട്ടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഇറ്റ് ഈസ് യൂസ്ലെസ്. അപ്പം നമ്മൾ യൂസ്ഫുള്ളാണെന്ന് പറയുന്ന കാര്യം ദൈവം യൂസ്ലെസ് എന്ന് പറയും. എന്താ കാര്യം? അതുകൊണ്ട് നിത്യത ഒരു മനുഷ്യൻ്റെ ഉടമ്പടി പാക്കേജിലുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്താ കാര്യം? ദൈവം എന്തുകൊണ്ടാണ് കാലവിളംബം വരുത്തുന്നത്? എന്തുകൊണ്ടാണ്? അത് ദൈവം ദീർഘക്ഷമയുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയുള്ളത്? കാത്തിരിക്കണം. ദൈവം കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് താമസിക്കണതല്ല പ്രശ്നം. അല്ല, നിങ്ങൾ പറയാം അവിടെ എന്ത് നോൻപാണ് അവർക്ക്, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ ഡിപ്ലോമസി ഇല്ല, അംബാസഡറിനെ തിരിച്ചു വിളിച്ചു. അതൊക്കെ നിങ്ങൾ പറഞ്ഞ ഭൗതിക കാര്യങ്ങളാണെന്ന്. ദൈവത്തിൽ ഇതൊന്നും പ്രശ്നമല്ല. ഏത് ഡിപ്ലോമസി ഇല്ലെങ്കിലും ദൈവം നിൻ്റെ ചീട്ടെടുത്താണ് ഉള്ളത്. അത് ഗവൺമെൻറ്റുകൾക്ക് അതീതമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല കാര്യങ്ങൾ. ദൈവം എന്തുകൊണ്ട് കാലവിളംബം വരുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ആരും ഇതെല്ലാം നേടിയിട്ടും ആരും നശിച്ചു പോകരുത്. നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് ദീർഘക്ഷമ വരുത്തും. എന്നുവെച്ചാൽ ക്ഷമ തന്നെ ദീർഘക്ഷമ. ക്ഷമിച്ചുകൊണ്ടങ്ങനെ ഇരിക്കും. ക്ഷമ 1-ാം ഘട്ടം, ക്ഷമ 2-ാം ഘട്ടം, ക്ഷമ 3-ാം ഘട്ടം, ക്ഷമ 4-ാം ഘട്ടം, ക്ഷമ 5-ാം ഘട്ടം. എന്തിനാണ് ക്ഷമിക്കണത്? നിങ്ങളുടെ തിന്മയിൽ നിങ്ങൾ മാറാൻ വേണ്ടിയാണ് ക്ഷമിക്കണത്. മനസ്സിലായില്ലേ? ദീർഘക്ഷമയുടെ ഉദ്ദേശം എന്തിനാണ്? റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 പത്രോസ് 3:9. ആരും നശിച്ചു പോകാതെ, പറഞ്ഞോളൂ, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ദൈവം നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമയാണ് ഈ കാലം ഇങ്ങനെ ദീർഘിച്ചുകൊണ്ട് പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടി വിൽക്കാൻ താമസിച്ചു, രോഗം സൗഖ്യമാകാൻ താമസിച്ചു, കുഞ്ഞ് ഉണ്ടാകാൻ താമസിച്ചു എന്ന് വെച്ചാൽ അത് ടെക്നിക്കൽ പ്രോബ്ലം അല്ല, മറിച്ച് സ്പിരിച്വൽ പ്രോബ്ലമാണ്. എന്താണ്? ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. എന്തിനാണ് ദീർഘക്ഷമ കാണിക്കണത്? ആരും നശിച്ചു പോകാതെ നിങ്ങൾ അനുദപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കണത്. അനുദപിക്കുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 2015 അമ്മ ഉടമ്പടി തരുമ്പോൾ ഫസ്റ്റ് വേർഡ് എന്താണെന്ന് അറിയാമോ? അനുസരിച്ചാൽ അവർ അനുഗ്രഹം ഐശ്വര്യം പ്രാപിക്കും. ഐശയ 1:19. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഐശയ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പോൾ അനുസരണം എന്നാ വിളിക്കണത്. അനുതാപത്തിന് വിളിക്കണ പേര് അനുതാപം എന്നല്ല, എന്താ? ഒബീഡിയൻസ് എന്നാണ് വിളിക്കണത്. ഫെയ്ത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഒബീഡിയൻസാണ്. ഫെയ്ത്തിന് അനുസരണം എന്നാണ് വിളിക്കണത് ബൈബിള്. കണ്ടൻറ്റ് വൈസ് അതാണ്. അപ്പോഴേ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ഒരു മനുഷ്യൻ കാണപ്പെടാത്ത ലഭിക്കുമോ എന്നുള്ള പ്രത്യാശയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതാണ് ഫെയ്ത്ത്. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം വചനത്തിലാണ്. പക്ഷേ വചനത്തിലുള്ള എന്ത് വിശ്വാസമാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ അനുസരിക്കുന്ന വിശ്വാസമാണ്. ഫെയ്ത്ത് ഈസ് ഒബീഡിയൻസ്. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരണമാണ്. അല്ല, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അത് ലിപ് സർവീസായിട്ട് മാറുകയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സ്ഥാനമില്ലാതിരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവിശ്വാസികളായിട്ടാണ് തുടരുന്നത്. അവിശ്വാസികളോട് ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്?
ദൈവം ചേർക്കട്ടെ, നിങ്ങൾ നശിച്ചു പോകാതെ ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തിൽ പുതിയതായി മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാ മേഖലകളിലും അനുതാപത്തിൻ്റെ ഒരു കാത്തിരിപ്പ് ദൈവം നടത്തുകയാണ്. അപ്പോൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം കാത്തിരിക്കുന്നുവെന്നുള്ളതാണ്. ദൈവം കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ വചനത്തെ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ്. എത്രയോ പേരാണ് വചനത്തെ അനുസരിക്കാത്തത്, ഉടമ്പടിയെ അനുസരിക്കാത്തത്. എല്ലാവരും വിചാരിച്ചിരിക്കണം ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 മണിക്ക് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ എല്ലാം ആയെന്നാണ്. ഉടമ്പടി അതിൻ്റെ ഒരു 30% ആകുന്നുള്ളൂ. ബാക്കിയുള്ളത് എല്ലാം എന്താണ്? ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്ന് പറയുന്ന അനുസരണമുണ്ട്. ആ കർത്താവിൻ്റെ വചനത്തോട് അനുസരണം എന്താണ്? അപ്പോൾ നീതിമാൻ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങനെ രോഗിയെ കണ്ടത്, കാരാഗ്രഹവാസിയെ കണ്ടിട്ട് അങ്ങ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആരെല്ലാം ശുശ്രൂഷിച്ചോ അതെല്ലാം ഞാനായിരുന്നതാണ്. അതായത് കർത്താവിനെ മറ്റു വ്യക്തികൾ കാണാൻ വേണ്ടി ഞാൻ തയ്യാറായിക്കൊള്ളാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തോട് ഉടമ്പടിക്കുമ്പോൾ പറയുന്നത് എന്താണ്? മറ്റു വ്യക്തികൾ സഹായം ആവശ്യമുള്ളവർ ഞാൻ കർത്താവിനെ കണ്ടോളാം. അവരെ മനുഷ്യരെ ഞാൻ കാണുന്നില്ല, അവിടെ ജാതി നോക്കണില്ല, അവരുടെ ആവശ്യം നോക്കിക്കൊണ്ട് ഞാൻ അവരെ സഹായിച്ചോളാം, അത് ക്രിസ്തുവായി കണ്ടോളാം. ഈ പപ്പടക്കാരത്തിൻ്റെ കാര്യമൊക്കെ അറിയാവോ? പപ്പടക്കാരത്തി ആദ്യകാലങ്ങളിൽ ഈ പ്രത്യക്ഷീകരണമൊക്കെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നതേ. കാര്യം അവളെ സംബന്ധിച്ചുള്ളൊരു പപ്പടം ഉണ്ടാക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് ജീവിക്കേണ്ടത്. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ കിഡ്നി പോയില്ലേ, അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ഹൃദയം ഇപ്പോൾ ബ്ലോക്കായില്ലേ, ഇപ്പോൾ അത് ഓപ്പറേഷൻ വേണമെന്ന് പറയണില്ലേ. അപ്പോൾ അവളെങ്ങനെ അവൾക്ക് സമയമുണ്ട്? രോഗികളെ പോയി കാണാൻ, വീട്ടിൽ തന്നെ രോഗിയുണ്ടല്ലേ, രോഗികളെ പോയി കാണാൻ പറ്റുമോ? അതുപോലെ തന്നെ ആർക്കെന്ത് ഭക്ഷണം കൊടുക്കാനാണ്? അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ, അവർ തന്നെ ജീവിതത്തിൽ പപ്പടം എടുത്തിട്ട് ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുകയല്ലേ. അപ്പോഴിങ്ങനെയുള്ള എല്ലാ പരിപാടികളും അവളെ നിർത്തിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിയിരിക്കുമ്പോൾ ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്, ഷീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. കാര്യം ഉടമ്പടിയിൽ അനുസരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവർക്കത് സാധ്യതയുണ്ട്, സാധ്യതയില്ല എന്നല്ല പ്രശ്നം. സാധ്യതയില്ലാത്ത ഒരു സാധനം ഉടമ്പടിയില്ല. എല്ലാ കാര്യവും നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരും മറ്റുള്ളവരുടെയൊക്കെ അയൽക്കൂട്ടത്തിൽ ലോൺ എടുത്ത് എന്തുകൊണ്ട് ആൾക്കാർ വേളാങ്കണ്ണി പോകുന്നത് സാധ്യതയില്ലാഞ്ഞിട്ടാണ്. സാധ്യതയുണ്ട്. ചില ആൾക്കാരൊക്കെ ഞാൻ ചെറിയ ഇടവക ചെല്ലുമ്പോൾ മുട്ടയടിച്ചിരിക്കണം കാണാം. അപ്പോൾ അവർ പണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ള പാർട്ടിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ പൊന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടമാണ്, കരച്ചില്ലാൻ വിഷമമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അവർ തന്നെ അതേസമയം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എവിടുന്നാണ് രക്ഷയെന്നറിയാൻ പാടില്ലാതെ അവരിങ്ങനെ പരക്കാൻ പാടില്ല. ദേ ആർ നോട്ട് ഇൻ കവനൻറ്റ്. കാരണം ഉടമ്പടിയേക്കാൾ വലുത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. ഇത് ലാസ്റ്റ് ഓപ്ഷൻ പ്രെയറാണ്. ലാസ്റ്റ് ഓപ്ഷൻ പ്രെയർ എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷനാണ്. അതേസമയം തന്നെ ദൈവവചനത്തിൻ്റെ സാര സംഗ്രഹം കാച്ചി കുറുക്കി സത്ത് കടഞ്ഞെടുത്തിരിക്കണതാണ് ഈ ഉടമ്പടിയിൽ. അത് വിശ്വസ്തയോടെ സത്യസന്ധമായിട്ടൊരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടയാളം കാണാൻ തുടങ്ങും. ഈ അടയാളം കാണാതെ ഈ അപേക്ഷക്കത്ത് കൊണ്ടുവന്ന് കെട്ടിത്താത്തിടും പോയിട്ടുള്ള ആൾക്കാരാണ് അഭ്യാസം കാണിച്ച് മുട്ടയടിച്ച് നടക്കുന്നത്. പക്ഷേ ഞാനതിന് തെറ്റൊന്നും പറയണില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം മുട്ട അടിച്ചുകൊണ്ട് തീരുന്നതല്ല ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ വിഷയം. ദൈവം ദീർഘക്ഷമയുടെ വിഷയം എന്ന് പറയുന്നത് നിൻ്റെ മുടി മുറിച്ച കൊണ്ട് മുട്ട അടിച്ചുകൊണ്ട് തീരത്തില്ല. പിന്നെ എന്താ തീരണത്? നീ അനുസരിക്കണമെന്നാണ് പറയണത്. എന്തനുസരിക്കണം? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം നിനക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ക്ലിനത്തെ എന്നാ പ്രസംഗിച്ചിരിക്കണത്? അതായത് ആ സാക്ഷ്യം കേട്ട ആൾക്കാരുടെ സമയത്ത് ഇപ്പോഴും ശത്രുക്കൾ നിലനിൽക്കുന്നു, 10 വർഷമായിട്ട് സംസാരിക്കാത്ത ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ കവനൻ്റിലല്ല, നിങ്ങളെ ദീർഘക്ഷമയോടെ ദൈവം കാത്തിരിക്കുന്നതിൻ്റെ അർത്ഥം. അതിനനുസരിച്ച് വചനത്തെ അനുസരിക്കുന്നതിലൂടെ എന്താണ് ഇനിയും അനുസരിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കണം. ഏത് വിഷയമാണ് ഞാൻ അനുസരിക്കാത്തത്? എനിക്കിപ്പോഴും രഹസ്യ പാപങ്ങളുണ്ടോ? എനിക്കിപ്പോഴും അതുപോലെ തന്നെ മോഹപാപങ്ങളുണ്ടോ? എനിക്കിപ്പോഴും കുമ്പസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ? നിങ്ങൾ 2 ആഴ്ച കുമ്പസാരിക്കണോ 2 മാസം കുമ്പസാരിക്കണോ എന്നല്ല പ്രശ്നം. ഉടമ്പടി ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ദൈവിക ലക്ഷ്യമെന്ന് പറയുന്നത് കുമ്പസാരിക്കേണ്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുമ്പസാരിക്കേണ്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. അതിന് ആന്തരികമായ അഭിഷേകം മേടിച്ചാൽ മതി. ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആന്തരികമായ അഭിഷേകം കിട്ടിക്കൊണ്ട് പാപസാഹചര്യം മാറ്റുകയും പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് നിൽക്കുന്ന കഴിയുമ്പോൾ ഈ ഉടമ്പടി പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം ഷോർട്ട് ചെയ്യണം കാണാം. പടപടാ നിങ്ങൾ ഷോർട്ട് ചെയ്യും. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പാപത്തെ തന്നെ, പാപത്തിൻ്റെ സാഹചര്യത്തെയാണ്. പാപം മൂലം നമുക്കുണ്ടാകുന്ന കൊച്ചു സന്തോഷങ്ങളും ഭൗതികമായ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ വേണ്ട എന്ന്
തീരുമാനിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരി നിൻ്റെ ജീവനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ പോളിസിയായ കാലവിളംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, നിൻ്റെ ഉടമ്പടിയുടെ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടാകും. അത് നീ വിചാരിക്കണം മാത്രമല്ല, നീ വിചാരിക്കാത്ത കാര്യങ്ങളെ കൂടി കർത്താവിന് തിരുസ്ഥലം നിനക്ക് നന്മയാണെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. സമയം സമാഗതമാ സകലരും അനുദപിക്കൂ.